ഡൽഹിയിൽ വെച്ച് നടന്ന അംബേദ്കർ ജയന്തി ആഘോഷങ്ങൾ പരസ്പരം പോരടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുടെ സൗഹൃദത്തിന്റെ ഒരു വേദിയായിട്ടാണ് മാറിയത്. വിഷം മാത്രം വമിക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് ഇപ്രാവശ്യത്തെ ഡൽഹിയിലെ അംബേദ്കർ ജയന്തി ആഘോഷങ്ങൾ ഒരു നല്ല മാതൃകയാണ് കാണിച്ചത് എന്ന് പറയാതെ വയ്യ. പാർലമെന്റ് പരിസരത്തുള്ള പ്രേരണാസ്ഥൽ എന്ന സ്ഥലത്താണ് ഡൽഹിയിലെ അംബേദ്കർ ജയന്തി ആഘോഷങ്ങൾ നടന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അനുസ്മരിച്ചുകൊണ്ട് നടന്ന ഈ ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, അർജുൻ റാം മേഘ്വാൾ, പീയൂഷ് ഗോയൽ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയ നേതാക്കളാണ് പങ്കെടുത്തത്. ഈ നേതാക്കൾ വേദിയിലേക്ക് വരുന്ന ഈ രംഗങ്ങൾ വളരെ ഹൃദ്യമാണ് എന്ന് പറയാതെ വയ്യ. ഇവിടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി കടന്നു വരുമ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സോഫയിൽ ഇരിക്കാനായി ക്ഷണിക്കുകയാണ്. അപ്പോൾ സോണിയാഗാന്ധി വളരെ മര്യാദയോടുകൂടി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനോട് കടന്നിരിക്കൂ എന്ന് ആംഗ്യം കാണിക്കുന്നു. അപ്പോൾ വേദിയിലേക്ക് കടന്നു വരുന്ന വളരെ സീനിയർ നേതാവും കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റുമായ മല്ലികാർജുൻ ഖാർഗെയുമായി കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ കുശല സംഭാഷണം നടത്തുകയാണ്. രാഹുൽ ഗാന്ധിയും അപ്പോൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. വളരെ സൗഹൃദപരമായി അർജുൻ റാം മേഘ്വാളും മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചിരിച്ചുകൊണ്ട് ഇവിടെ കുശല സംഭാഷണം നടത്തുന്ന ഈ രംഗങ്ങൾ അംബേദ്കറെ വളരെയേറെ സന്തോഷിപ്പിക്കും എന്നുള്ളതിൽ സംശയമില്ല. അവർ കുറെ നേരം കുശല സംഭാഷണം നടത്തുന്ന സമയത്ത് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അവിടെ കടന്നു വരികയും സോണിയാഗാന്ധിയും അവരും പരസ്പരം അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ അഭിവാദ്യം ചെയ്യാൻ മറന്നില്ല. മല്ലികാർജുൻ ഖാർഗെ സോഫയുടെ അടുത്ത് നിൽക്കുകയും സോണിയാഗാന്ധിയോടും കിരൺ റിജിജുവിനോടും സോഫയിലേക്ക് കടന്നിരിക്കാൻ മര്യാദയോടെ ആംഗ്യം കാട്ടുകയാണ്. അതിനുശേഷം പ്രധാന സീനിയർ നേതാക്കൾ എല്ലാം ഇരുന്നതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി സോഫയിൽ ഇരിക്കാൻ തയ്യാറാകുന്നത്. പിന്നീട് ഇവിടെ രാഹുൽ ഗാന്ധിയും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും തമ്മിൽ സംഭാഷണം നടത്തുന്നു. അതിനുശേഷം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വേദിയിലേക്ക് കടന്നു വരികയും കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാലയുമായി കുശല സംഭാഷണം നടത്തുകയും ചെയ്യുന്നു. ഇവിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി വളരെ നേരം എന്തോ കാര്യം ഡിസ്കസ് ചെയ്യുകയാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. എങ്ങനെയാണ് നന്നായി ഭരിക്കേണ്ടതെന്ന് സംശയം ചോദിക്കുകയായിരിക്കും അവർ എന്നാണ് എൻ്റെ ഒരു ഊഹം. അതുപോലെ വളരെ ഹൃദ്യമായ ഒരു രംഗമാണ് ഇവിടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ രാഹുൽ ഗാന്ധിയുമായി വളരെ നേരം എന്തോ കാര്യം സംസാരിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യയാക്കി മാറ്റിയതിൽ വലിയ പങ്ക് വഹിച്ച ബാബാ സാഹേബ് അംബേദ്കറുടെ ജയന്തി ദിവസത്തിൽ പരസ്പരം പോരടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ ഈ പ്രമുഖ നേതാക്കൾ വളരെ മര്യാദയോടെയും മാന്യതയോടെയും സൗഹൃദം പങ്കുവച്ചത് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നതെന്ന് പറയാതെ വയ്യ. എന്നാൽ ഇതിന്റെ വരെ ഏതോ ഒരു നിമിഷത്തിലെ ഒരു രംഗം ക്ലിപ്പ് ചെയ്ത് ദുഷ്പ്രചാരണം നടത്താൻ പതിവ് പോലെ സംഘിക്കൂട്ടങ്ങൾ മറന്നില്ല എന്നുള്ളത് ഇവരുടെ ദുഷിച്ച മനോനിലയുടെ ഒരു നേർത്തെളിവാണ്. BJP നേതാവ് നബീല ജമാൽ അങ്ങനെ ഒരു രംഗം കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ട്വീറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഇന്ന് സ്നേഹത്തിന്റെ കട കൂട്ടിയിരിക്കുകയാണ് എന്ന്. അതായത് രാഹുൽ ഗാന്ധി എന്തോ ആലോചിച്ച് മുൻപോട്ട് നോക്കിയിരിക്കുന്ന സമയത്തെ ഒരു ക്ലിപ്പ് കട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആരുമായും സംസാരിക്കാതെ ഇരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ നമ്മൾ മുൻപ് കണ്ടതുപോലെ എല്ലാവരുമായി സൗഹൃദ സംഭാഷണം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ രംഗങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ആളുകൾ ഇവരുടെ ഈ ദുഷ്പ്രചാരണത്തെ തകർത്ത് കളഞ്ഞത്. അങ്ങനെ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന പരസ്പരം പോരടിക്കുന്ന ഈ നേതാക്കൾ അംബേദ്കർ ജയന്തി ദിനം വളരെ മര്യാദയോടെയും മാന്യതയോടെയും പരസ്പര ബഹുമാനത്തോടെയും പെരുമാറിയത് വളരെ മാതൃകാപരമായ കാര്യമാണെന്ന് പറയാതെ വയ്യ.